ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അൺവാണ്ടഡ് ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഷുഗർ വാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഷുഗർ വാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 4 സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 4 സ്പൂൺ ഷുഗറാണ് ഞാൻ എടുത്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കുന്നു. പക്ഷേ ഇത് നമ്മൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ. 1 സ്പൂണ് തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ നാരങ്ങയുടെ നീരാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഷുഗർ എല്ലാം കൂടെ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തെടുക്കണം. വളരെ കുറച്ച് വെള്ളം മാത്രം മതി, കാരണം ഓൾറെഡി നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഷുഗർ മിക്സ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൽ നല്ല പോലെ തിളച്ച് പൊന്തി വരണം, അതുവരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ഷുഗർ മിക്സ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതല്ല ഇതിൻ്റെ കറക്റ്റ് പാകം. കുറച്ചുകൂടെ സമയം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലൊരു കൺസിസ്റ്റൻസിയിലോട്ട് വരും, നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തിലോട്ട് എത്തണം. അതുവരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം ഈ പതയുണ്ടല്ലോ, ഈ പതേൻ്റെ അടിയിൽ ചെറുതായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് സെറ്റായിട്ട് വരണം. ഇപ്പോൾ നമ്മളുടെ ഷുഗർ വാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് നോക്കാൻ വേണ്ടിയിട്ട്, ഇത് റെഡി ആയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് സ്പൂണിൽ കുറച്ച് ഞാൻ ഒരു അടപ്പിലോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ജസ്റ്റ് 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല പോലെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇതേപോലെ നൂല് പോലെ വലിയും. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അതിനർത്ഥം അത് റെഡി ആയിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ ഷുഗർ വാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരണം കേട്ടോ. ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വരും കേട്ടോ. അങ്ങനെയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഞാനിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. കയ്യിൽ എനിക്ക് കുറച്ച് രോമം ഉണ്ട്, കാലിലത്തത് ഞാൻ എടുത്ത് കളഞ്ഞതാണ്. അപ്പം ഈ ഒരു വാക്സ് നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ, കയ്യിൽ, കാലിൽ, അണ്ടർ ആംസിലൊക്കെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വാക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കോട്ടൻ്റെ തുണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബട്ടർ പേപ്പർ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു പേപ്പർ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് അമർത്തി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കതുകൊണ്ട് ഇങ്ങനത്തെ പേപ്പർ ആയതുകൊണ്ട് എനിക്കത് കറക്റ്റ് എനിക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു നല്ല കോട്ടൻ്റെ ക്ലോത്ത് അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് പറിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് അത് പോരും കേട്ടോ. ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലപോലെ ഹെയർ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു പേപ്പർ വെച്ചിട്ട് എനിക്ക് അങ്ങനെ വലിച്ചിട്ട് പോരാത്തത് കൊണ്ട് ഞാൻ വെറും വാക്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അതല്ലാതെ തന്നെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എനിക്ക് അത്യാവശ്യം നല്ല പെയിൻഫുള്ളായിരുന്നു, കാരണം എനിക്ക് നല്ലപോലെ ഹെയർ ഉള്ളതുകൊണ്ട്. നല്ലപോലെ ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എനിക്ക് നല്ല പെയിൻഫുള്ളായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ ഞാൻ വാക്സ് അപ്ലൈ ചെയ്ത് പറിച്ചെടുത്ത ആ ഒരു ഏരിയയിലുള്ള ഹെയർ നന്നായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വാക്സും കൂടെ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാക്സ് മാത്രമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പറിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ വാക്സിൽ പോന്നിട്ടുള്ള ഹെയർ ഉണ്ടോ, അത്യാവശ്യം നന്നായിട്ട് ഹെയർ കിട്ടിയിട്ടുണ്ടേ.
അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു ഷുഗർ വാക്സ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചധികം പെയിൻഫുള്ളാണ് നല്ല ഹെയർ ഉള്ളവർക്കൊക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.